ലോങ് ഹെയർ ആയാലും ഷോർട്ട് ഹെയർ ആയാലും നമ്മുടെ ഫേസ് ഷേപ്പിന് ചേരുന്ന രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്തില്ലെങ്കിൽ അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. നമ്മുടെ ഫേസ് ഷേപ്പിന് ചേരുന്ന ഹെയർ സ്റ്റൈൽസ് ഏതൊക്കെയാന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഹെയർ ഫേസ് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോ ലൈൻ ഒക്കെ കുറച്ച് ഷാർപ്പായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് പിക്സി ഹെയർ കട്ട് ഒക്കെ നന്നായിരിക്കും. ഈ ഹെയർ കട്ടിലെ ഫേസ് ഫീച്ചേഴ്സ് ഒക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ഒരു ബോൾഡ് ആൻഡ് മോഡേൺ ലുക്ക് തരികയും ചെയ്യും. ഇനി റൗണ്ട് ഫേസ് ആണെങ്കിലോ നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ലെയർ ബാങ്ക്സ് ഒക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ലോങ് ലെയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ ആ ഒരു റൗണ്ട് ലുക്ക് മാറ്റിയിട്ട് കുറച്ചും കൂടെ സ്ലിം ആയിട്ട് തോന്നും. പിന്നെ റൗണ്ട് ഫേസ് ഉള്ള ഒരു ഫ്രണ്ടിൽ ഒരിക്കലും ബാങ്ക്സ് കട്ട് ചെയ്തിടുവോ മിഡിൽ പാർട്ടീഷൻ എടുക്കുകയോ ചെയ്യും. ഇത് നിങ്ങളുടെ ഫേസിനെ കൂടുതൽ റൗണ്ട് ആൻഡ് ചബ്ബി ലുക്ക് ആക്കുകയേ ചെയ്യത്തുള്ളൂ. ഓവൽ ഫേസ് ഷേപ്പ് ആണെങ്കിലോ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിയങ്ക ചോപ്രയ്ക്കൊക്കെ കറക്റ്റ് ഒരു ഓവൽ ഫേസ് ഷേപ്പ് ആണ്. നിങ്ങൾ ഇങ്ങനെ മുടി വാരി കെട്ടിയിട്ട് ബാക്കിൽ കൊണ്ട് ഫുൾ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഫേസിന് രണ്ട് സൈഡിലും കുറച്ചുകൂടെ വോളിയം തോന്നിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മിഡിൽ പാർട്ടീഷനും സൈഡ് പാർട്ടീഷനും ട്രൈ ചെയ്യാം കേട്ടോ. അതുപോലെ ബിഗ് ഫോർഹെഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കുറച്ച് ബാങ്ക്സ് ഒക്കെ കട്ട് ചെയ്തിരുന്നതുകൊണ്ട് കുഴപ്പമില്ല.